ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയണ്ടല്ലോ, വെറൈറ്റികളാണ് എന്നും ഉണ്ടാക്കുന്നത്. ഇന്ന് മീനില്ലാതെ ഒരു അടിപൊളി മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും മീൻ കൂട്ടി കഴിക്കുമ്പോൾ മീൻ കൂട്ടാത്തവർക്കും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറി കഴിക്കണ്ടേ. അപ്പോൾ ആ മീൻ കറിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു കൂള് മാങ്ങ എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ മുരിങ്ങയ്ക്ക ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട്, ഒരു സ്വല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ കറിക്ക് എന്തൊക്കെ ചേർക്കുന്നു അതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഞാൻ മുരിങ്ങയ്ക്ക ഞാൻ പീസാക്കി മാറ്റിയിട്ടില്ല, കീറിയിട്ടേ ഉള്ളൂ. കീറിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം അതിനകത്തോട്ട് നമ്മളെല്ലാം പിടിക്കും, അരപ്പൊക്കെ പിടിക്കണം. എന്നിട്ട് വേർപെടുത്തിയിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളമൂടെ ഒക്കെ ചേർക്കാം. ഇത്ര വേഗം മാങ്ങ പുളിയുള്ള മാങ്ങയാണെങ്കിൽ സ്വല്പമേ ചേർക്കാവൂ. ഒരുപാട് പുളി നല്ലതല്ല കറിക്ക്. ചെറിയൊരു പുളി ടേസ്റ്റ് വേണം. മാങ്ങ തന്നെ ഉണ്ടെങ്കിൽ മാങ്ങ തന്നെ ഇടുക, ഇല്ലെങ്കിൽ വടക്കം പുളി ഇടുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടപ്പേ വെക്കാം. അപ്പോൾ അരപ്പിന് ആവശ്യമായിട്ടുള്ള ചേരുവയാണ്. ഞാൻ 1 മുറി തേങ്ങ തിരുമ്മിയിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി കുറച്ച് ഇതിനകത്തോട്ട് ഇടുകയാണ്. മുളക് പൊടി ഇടുക. മുളക് പൊടിയൊക്കെ ഒരാളുടെ ഇഷ്ടത്തിന്. സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. സ്വല്പം മല്ലിപ്പൊടി ഇടുക. ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക. 1 പിഞ്ച് ഉലുവാപ്പൊടി ഇടുക. ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം നമുക്ക് അരപ്പ് ചേർക്കാം. എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നിലനിർത്താൻ നിൽക്കും. അപ്പോൾ നമ്മുടെ കഷ്ണം എന്തായാലും നോക്കാം. എല്ലാം തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഒന്നിളക്കിയതിന് ശേഷം നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇത് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്, കഷ്ണമായിട്ട് തന്നെ കിടക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം തന്നെ എന്താ ഒരു മണം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് പതിഞ്ഞ് പൊങ്ങി കണ്ടില്ലേ. ഈ സമയത്ത് നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീനകത്ത് ഒഴിക്കുന്ന പോലെ തന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് വറുത്ത് ഇടുന്നവർക്ക് വേണമെങ്കിൽ കടുക് വറക്കാം. ഇച്ചിരി ഉള്ളിയും കടുകൂടെ താളിച്ചിട്ടാലും രുചിയാണ്. ഞാനിവിടെ ഇച്ചിരി പച്ചക്കറിവേപ്പിലയോട് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ മീനില്ലാത്ത മീൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരൊറ്റ കറി മതി, ചോറ് തീരുന്ന അറിയത്തില്ല. ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, പൂരിയുടെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. കണ്ടില്ലേ. അപ്പോൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ചെയ്തിട്ടില്ലാത്തവർ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കുക. കണ്ടില്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. നമ്മുടെ മീനില്ലാത്ത മീൻ കറിയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.